ഡെയിലി തോട്ട്സിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. വിശുദ്ധ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 17-ാമത് വാക്യം. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സീയോനെന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആരും തിരിഞ്ഞു നോക്കാത്ത സീയോൻ, ആരും തിരിഞ്ഞു നോക്കാത്ത വിശ്വാസി, ആരും തിരിഞ്ഞു നോക്കാത്ത അഭിഷിക്തന്മാർ, ആരും തിരിഞ്ഞു നോക്കാത്ത അഭിഷിക്തകൾ, ആരും തിരിഞ്ഞു നോക്കാത്ത കർത്താവിന് വേണ്ടി വേല ചെയ്ത വ്യക്തി. പക്ഷേ ദൈവം അവരെ ഉപേക്ഷിക്കത്തില്ല. നിന്നെ ആരും ശ്രദ്ധിക്കാതിരിക്കപ്പെടുമ്പോഴും ദൈവം നിന്നെ ശ്രദ്ധിച്ച് നിനക്ക് രോഗശാന്തി വരുത്തി, നിനക്ക് ആരോഗ്യം വരുത്തി, നിന്റെ മുറിവുകളെ പൊറുപ്പിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് നീ ഒറ്റയ്ക്കല്ല, ഇന്ന് നിൻ്റെ കൂടെ ആരുമില്ല എന്ന് പറയരുത്. നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും കണ്ടില്ല എന്ന് പറയരുത്. ദൈവം നിൻ്റെ മുറിവുകളെ പൊറുപ്പിക്കുന്ന ദിവസമാണ്. ദൈവം നിനക്ക് ആരോഗ്യവും രോഗശാന്തിയും വരുന്ന ദിവസമാണ്. ദൈവം നിൻ്റെ കൂടെ ഒരു നിഴല് പോലെ, ഒരു അദൃശ്യനായി കൂടെയുണ്ട്, നിന്നെ സഹായിക്കുമെന്നുള്ളതിന് സംശയമില്ല. ഇന്നത്തെ ദിവസം ധൈര്യത്തോടു കൂടി ആരംഭിക്കാം. ലോകത്തിൻ്റെ പിന്നാലെ, ലോകത്തിലുള്ളതിൻ്റെ പിന്നാലെ ഓടാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുക. നീ ആരുമില്ലാത്തവളല്ല, ആരുമില്ലാത്തവനല്ല, നിനക്കൊരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കും നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ശ്വാസം. ആരും തിരിഞ്ഞു നോക്കാത്ത ആ സീയോനിലെ പുത്രിമാർക്കായി, പുത്രന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം വരെ തൊട്ടങ്ങ് ആശീർവദിക്കണം. പരിശുദ്ധാത്മാവർക്ക് വാഗ്ദത്വ പ്രകാരമുള്ള മുറിവുകളെ പൊറുപ്പിച്ചു കൊടുക്കണം, രോഗങ്ങളെ മാറ്റി കൊടുക്കണം. അവർ ഒറ്റപ്പെട്ടത് മതി, കിടരോഗിയായത് മതി, നിരാശപ്പെട്ടത് മതി, ആർക്കും സഹായത്തിന് വകയില്ലാന്ന് ചിന്തിച്ചതെല്ലാം മതി. ദൈവ മഹിമ കൂടെയിരിക്കും, ദൈവ പ്രവൃത്തി കൂടെയിരിക്കും, ദൈവ സാന്നിധ്യം കൂടെയിരിക്കും. അങ്ങയുടെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.